നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ് ആപ്പ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് 2 കാറ്റഗറിയാണ്. ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളവരും അതേപോലെ സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളവരും. ഇങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവരെ പെട്ടെന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള പരസ്യവാചകങ്ങളാണ് അവിടെ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്തേക്കുന്നത്. ജാസ്മിൻ ഉൾപ്പെടെ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പല വ്യക്തികളെയാണ് ഇവർ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചേക്കുന്നത്. കാരണം അവരുടെ ഫോളോവേഴ്സിൽ നല്ലൊരു ശതമാനം സെയിം ക്യാരക്ടർ ഉള്ളവരുണ്ടായിരിക്കും എന്നുള്ളത് അറിയാം. 10 വീഡിയോ ഫ്രണ്ട്സ് ആപ്പിന്റെ എടുത്ത് നോക്കുക. ഇതിനകത്ത് 8 പേരും ചെയ്തിരിക്കുന്ന അവർ കൊടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് ആണ്. നിങ്ങൾക്ക് ആരുടെ സംസാരിക്കാനില്ലേ? നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങളുടെ വികാരങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണോ? ഫ്രണ്ട്സ് ആപ്പിലുള്ള ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന് ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വ്യക്തികൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകും. ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഒരു മോശം മാനസികാവസ്ഥ തന്നെയാണ്. ഏത് കാര്യങ്ങളും മാനേജ് ചെയ്യാനും മറ്റൊരാളുടെ സഹായം വേണം എന്നുള്ള അവസ്ഥ. ഇത് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. മാറ്റിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സന്തോഷമായിട്ടുള്ള ഒരു ലൈഫ് കിട്ടത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞ് അടുത്ത റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാന്നുള്ളത്. വളരെ കുറച്ച് നാളത്തേക്ക് വിസിബിൾ ആയിട്ട് അങ്ങനെയൊക്കെ തോന്നും എന്നുണ്ടെങ്കിലും ഇവരുടെ മനസ്സിൽ എപ്പോഴും ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ആണ്. ഇത് മാറി വന്നാൽ മാത്രമേ നല്ല ഒരു റിലേഷൻഷിപ്പ് ലോങ് ടൈമിൽ അവർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ.